ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർക്കിടകം സ്പെഷ്യൽ ഇലത്തോരനാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് ഇലകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പലതരം ഇലകൾ വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ വീട്ടിൽ നമുക്ക് ഉള്ള കുറച്ച് ഇലകളൊക്കെ എടുത്ത് തോരൻ ചെയ്തിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ എന്നല്ല, എല്ലാ മാസത്തിലും നമുക്ക് ഇതൊക്കെ ലഭ്യമാണെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കർക്കിടക മാസത്തിൽ കഴിച്ചുകൂടാ എന്ന് പറയുന്ന ഒരേ ഒരു ഇലക്കറി മുരിങ്ങ ഇലയാണ്. മുരിങ്ങ ഇല കർക്കിടകത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മുരിങ്ങ ഇല ഇവിടെ ഉണ്ട്, പക്ഷെ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ കിട്ടുന്ന എല്ലാ ഇലകളും ഈ മാസത്തിൽ ഉപയോഗിക്കാം. നല്ലപോലെ കഴുകിയെടുക്കണം എന്നേ ഉള്ളൂ. ഞാൻ കർക്കിടകം റെസിപ്പീസ് ഇപ്പോൾ ഈ സീസണിൽ ഇതിപ്പോൾ മൂന്നാമത്തെ റെസിപ്പിയാണ്. ഇപ്പോൾ 2 റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ മുമ്പിലത്തെ വർഷങ്ങളിൽ കർക്കിടകം സ്പെഷ്യൽ റെസിപ്പീസ് എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ പലതരം വിഭവങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. കർക്കിടകം പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. കർക്കിടകം സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് തനിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ തരം വിഭവങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് പോകാം. ഈ ചീര നമുക്കൊന്ന് പറിച്ചെടുക്കാം. സാമ്പാർ ചീര എന്നൊക്കെ പറയുന്ന ആ ഒരു ചീരയാണ് ഇതിന് ഒരു പരിചരണവും വേണ്ട. പെട്ടെന്ന് തന്നെ വെറുതെ ഇങ്ങനെ വളർന്ന് വരും. അവിടെ കുറേ വളർന്ന് ഇപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിലാണ് വളർന്ന് കിടക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ ധാരാളം കിടപ്പുണ്ട്. ഇതിപ്പോൾ പയറിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇലകൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് സാമ്പാർ ചീര, അത് പിന്നെ പയറിൻ്റെ ഇല, പിന്നെ ചെറിയ പയർ, ഞാൻ ഒരു പിടി പയർ വിതച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതുപോലെ മൈക്രോഗ്രീൻസ് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മൂടൊക്കെ കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇപ്പോൾ ഇതുപോലുള്ള ചീരകളൊക്കെ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഒരു പിടി പയർ ഇതുപോലെ ഒരു ചെടിച്ചട്ടിയിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ഇതുപോലത്തെ ചെടിയായിട്ട് വരും. ഇത് നമുക്ക് തോരൻ ഉണ്ടാക്കാനായി എടുക്കാം. ബാക്കി ചീര വയ്ക്കും പോലെ ഇത് നമുക്ക് വയ്ക്കാം. എളുപ്പത്തിൽ നമുക്ക് ചീര ഈ ഒരു ചീര ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ ഓൾറെഡി ഇതുപോലൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോഗ്രീൻസ് എന്നാണ് അത് ആ വീഡിയോയുടെ അതിൻ്റെ ടൈറ്റിൽ, മൈക്രോഗ്രീൻസ്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വരെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈക്രോഗ്രീൻസ് എന്നാണ്. നല്ലൊരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കണം. മണ്ണ് നല്ലപോലെ പോകണം. അപ്പം ഞാനിതൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാനായി വെച്ചിട്ടുണ്ട്. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തു. ഈ പൂവ് ഞാൻ എടുക്കുന്നില്ല, ഇതിങ്ങനെ എടുത്ത് കളയാം. അതുപോലെ ഇല നമ്മൾ സൂക്ഷിച്ച് നോക്കണം. ഇലയുടെ പിൻഭാഗത്ത് ഇതുപോലുള്ളതൊക്കെ കാണും, വല പോലെ. അതെല്ലാം നമ്മൾ നോക്കി മാറ്റണം. ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് എടുക്കാം. ഒന്നിച്ചിങ്ങനെ കൂട്ടിപ്പിടിച്ച് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം.
ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. കാരണം ഇലക്കറികൾക്കൊക്കെ അതിൽ തന്നെ കുറച്ച് ഉപ്പുണ്ട്. നമ്മൾ കുറച്ച് എല്ലാ വെജിറ്റബിൾസിനും ഇടുമ്പോലെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തില്ല, അതിൽ തന്നെ വെള്ളമുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച്, പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതിനുള്ള ഒരു അരപ്പ് ഇടണം. ഞാൻ ഒരു തേങ്ങയുടെ 4/1 ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഞാൻ ഇപ്പോൾ ഇതിന് ഈ ചീരയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ജീരകം വേണമെന്നുള്ളവർക്ക് ജീരകം ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ചതച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. കൈവച്ച് തന്നെ യോജിപ്പിക്കാം. മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് അരഞ്ഞു പോകും. അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ട് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചീര നമ്മൾ വേവിക്കുമ്പോൾ തീരെ കുറച്ചായി മാറും. അപ്പോൾ ഞാനിതിൽ കുറച്ച് പയർ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പയർ വേണമെങ്കിൽ ചേർത്താൽ മതി. വേവിച്ച പയർ വേവിക്കുമ്പോൾ ഞാൻ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്കൊരു ഫോർക്ക് വെച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത്, ഒരു വറ്റൽമുളക് ചേർത്ത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.